നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 2 പകലുകളുടെ ദൂരം മാത്രമേ ഉള്ളൂ. 3-ാം നാൾ നമ്മൾ പോളിംഗ് ബൂത്തിലാണ്. നാളെ വൈകുന്നേരം 6 മണിക്ക് പരസ്യ പ്രചാരണം അവസാനിക്കും. കേരളം എന്താണ് ചിന്തിക്കുന്നത്? ദിശാസൂചകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കേരളത്തിലെ 14 ജില്ലകളിലെ 28 മണ്ഡലങ്ങൾ സ്പെസിമെനായി എടുത്തുകൊണ്ട് ഗ്രൗണ്ടിൽ നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ എന്ത് ചിന്തിക്കുന്നു കേരളം എന്ന് പറഞ്ഞു തരികയാണ്. വരുന്ന 2 മണിക്കൂറിൽ ഞങ്ങളുടെ പ്രതിനിധികൾ ചേരും, ഒപ്പം അതിഥികളും ഉണ്ടാകും. വരുന്ന 2 മണിക്കൂറിൽ കേരളം എങ്ങനെ ചിന്തിക്കുന്നു? രാഷ്ട്രീയ കേരളത്തിന്റെ ദിശ എങ്ങോട്ടാണ്? അടുത്ത 5 വർഷം കേരളം ആര് ഭരിക്കും? അതിനിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്തതും ചെയ്യുന്നതുമായ വിഷയങ്ങൾ എന്തൊക്കെ? എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് അത്യുത്തര കേരളത്തിൽ എന്താണ് രാഷ്ട്രീയ സ്ഥിതി എന്നുള്ളതാണ്. മഞ്ചേശ്വരം മണ്ഡലം സപ്തഭാഷാ സംഗമം ഭൂമിയായ കാസർകോട്ടെ ഏറ്റവും അങ്ങേയറ്റത്തുള്ള മണ്ഡലമാണ് മഞ്ചേശ്വരം. ആ മഞ്ചേശ്വരം മണ്ഡലം വളരെ രാഷ്ട്രീയ കൗതുകങ്ങൾ നിറഞ്ഞ ഒരു മണ്ഡലമാണ്. നോക്കൂ, 3 സ്ഥാനാർത്ഥികൾ. മഞ്ചേശ്വരത്ത് AK അഷ്റഫും K സുരേന്ദ്രനും KR ജയാനന്ദയുമാണ് മത്സരിക്കുന്നത്. ത്രികോണ മത്സരം നടക്കുന്നു. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ നേരിയ മാർജിനിൽ മാത്രം BJP പരാജയപ്പെട്ട മണ്ഡലമാണ് ഈ മഞ്ചേശ്വരം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ആ മണ്ഡലം ഇത്തവണ UDF-ൽ നിന്ന് BJP പിടിക്കുമോ? SDPIയുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത് UDF-ന് സഹായകരമാകുമോ? SIR ഏതൊക്കെ നിലയിൽ ഈ മണ്ഡലത്തിന്റെ റിസൾട്ടിനെ, ഇതുവരെയുള്ള വോട്ടിംഗ് പാറ്റേണിനെ ബാധിക്കും? ഇങ്ങനെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ അവിടെയുണ്ട്. ഞാൻ സമയം കളയുന്നില്ല. സാരംഗ് സുരേഷ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട്. സാരംഗ്, കേരളം ഉറ്റുനോക്കുന്ന മത്സരമാണ് മഞ്ചേശ്വരത്ത്. AK അഷ്റഫും K സുരേന്ദ്രനും KR ജയാനന്ദയും മത്സരിക്കുമ്പോൾ അടിയൊഴുക്കുകൾ വളരെ നിർണായകമാണ്. ഇഞ്ചോടിഞ്ച് മത്സരമായിരുന്നു കഴിഞ്ഞ തവണ NDAയും UDF-ഉം തമ്മിൽ. അത് ആവർത്തിക്കുമോ? അതോ തുളു വോട്ട് ബേസിലേക്ക് KR ജയാനന്ദ കടന്നു കയറുന്നതും SIR-ഉം ഈ തവണ BJPയുടെ സാധ്യതകളെ ബാധിക്കുമോ? എന്താണ് ഗ്രൗണ്ട് സിറ്റുവേഷൻ? അഭിലാഷ്, എന്തായാലും ആവേശകരമായ മത്സരം തന്നെയാണ് മഞ്ചേശ്വരത്ത് നടക്കുന്നത്. 3 മുന്നണികളും വലിയ ആത്മവിശ്വാസത്തിലാണ്. മാത്രമല്ല ചെറിയൊരു ലീഡിൽ തന്നെയാണ് അടുത്ത കാലത്തായൊക്കെ തന്നെ UDF-ന്റെ പ്രതിനിധികൾ ജയിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ BJP വലിയ ഒരു ആത്മവിശ്വാസം വെച്ച് പുലർത്തുന്നുണ്ട്. പക്ഷേ മുൻകാലങ്ങളിൽ നിന്നൊക്കെ തന്നെ വ്യത്യസ്തമായി ഈ ഒരു നാടിളക്കിയ പ്രചരണമൊന്നും തന്നെ എവിടെയും കാണാൻ കഴിയുന്നില്ല. കൃത്യമായി വീടുകൾ കയറി, അതുപോലെ തന്നെ ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കീ വോട്ടർമാരെ കണ്ടുകൊണ്ടുള്ള പ്രചരണം തന്നെയാണ് 3 മേഖലകളിൽ നടക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും നിർണായകമായ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 3 സ്ഥാനാർത്ഥികൾ 3 മാതൃഭാഷ സംസാരിക്കുന്ന ആളുകളാണ്. AK അഷ്റഫ് ആണെങ്കിൽ അത് ബ്യാരി ഭാഷയാണ്. നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ അത് ജയാനന്ദയാകുമ്പോൾ തുളു ആകുന്നു, സുരേന്ദ്രനാകുമ്പോൾ മലയാളമാകുന്നു. അപ്പോൾ ഒരു മിനി ഇന്ത്യ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മിനി ഇന്ത്യ ഫൈറ്റ് തന്നെ നമുക്ക് മഞ്ചേശ്വരത്ത് കാണാൻ കഴിയും. മുൻകാലങ്ങളിലെ കണക്കുകളൊക്കെ തന്നെ UDF-ന് അനുകൂലമാവുന്നു. മാത്രമല്ല ഏറ്റവും നിർണായകമായ കാര്യം, ആദ്യകാലങ്ങളിലൊക്കെ തന്നെ BJP-ക്ക് അനുകൂലമാവുന്ന പഞ്ചായത്തുകളും അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലടക്കം BJP സാന്നിധ്യം ഉണ്ടായിരുന്നു. എന്നാൽ അത് പൂർണ്ണമായും ഇല്ലാതായി പരിപൂർണമായി UDF തദ്ദേശ സ്ഥാപനങ്ങൾ മുഴുവൻ ഭരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിലവിൽ കാണാൻ കഴിയുന്നത്. തദ്ദേശത്തിലെ സമാന്തരമായ ഒരു കാഴ്ച തന്നെയാണ് ഉണ്ടാവുന്നതെങ്കിൽ അത് പരിപൂർണമായി UDF-ന് അനുകൂലമാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം തന്നെ ഉണ്ടാവും. അതേസമയം തന്നെ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള പോരായ്മകളൊക്കെ തന്നെ പരിഹരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് സുരേന്ദ്രന്റെ ഭാഗത്ത് നിന്ന്, NDAയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ആദ്യഘട്ടത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ തന്നെ കൊണ്ടുവരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും കീ വോട്ടർമാരെ കണ്ട് കോർണർ മീറ്റിങ്ങുകൾ വിളിച്ചുകൊണ്ടുള്ള രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് കടന്നു പോകുന്നു. LDF-നെ സംബന്ധിച്ചാണെങ്കിൽ മുൻകാലങ്ങളിലൊക്കെ തന്നെ പലപ്പോഴും LDF-ഉം UDF-ഉം തമ്മിൽ വലിയ രാഷ്ട്രീയ ഡീല് നടന്നിരുന്നു എന്നുള്ള ഒരു ആരോപണമടക്കം നിലനിന്നിരുന്ന ഒരു മണ്ഡലമാണിത്. അതുകൊണ്ട് തന്നെ കൃത്യമായി തങ്ങളുടെ വോട്ടുകൾ ഉറപ്പാക്കുക, അതോടൊപ്പം തന്നെ നിഷ്പക്ഷമായ വോട്ടുകൾ ഉറപ്പാക്കുക, ഭാഷാ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള കന്നഡ, തുളു മേഖലകളിൽ നിന്നുള്ള വോട്ടുകൾ കൂടി തങ്ങൾക്ക് അനുകൂലമാവുന്ന ഒരു രാഷ്ട്രീയ ചിത്രം അവിടെ ഉണ്ടാവുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് LDF മുന്നോട്ടേക്ക് പോകുന്നത്. SIR-നെ സംബന്ധിച്ചാണെങ്കിൽ അത് എപ്പോഴും ഇരട്ട വോട്ടുകൾ വലിയ തോതിൽ ചർച്ചയായിരുന്ന ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം മണ്ഡലം. അവിടെ കേസിലോട് അടക്കമുള്ള മേഖലകളിലൊക്കെ തന്നെ ഉണ്ടായിരുന്ന പലർക്കും കർണാടകയിലും കേരളത്തിലും സമാനമായ രീതിയിൽ തന്നെ വോട്ടുകൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അപ്പോൾ അത് പൂർണ്ണമായും ഇല്ലാതാകുന്നു. അതുമാത്രമല്ല വലിയ തോതിൽ പുതിയ തലമുറ വോട്ടർമാരുടെ എണ്ണം അവിടെ വർദ്ധിക്കുന്നത് തന്നെയാണ്. അപ്പോൾ പുതുതലമുറ വോട്ടർമാരായിരിക്കും ഒരു പക്ഷേ അവിടെ വിജയി ആരാണെന്ന് തീരുമാനിക്കുക. അഭിലാഷ്, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു പ്രവചനം അസാധ്യമാണ് മഞ്ചേശ്വരത്തെ സംബന്ധിച്ച്. കാസർഗോഡ് നിന്ന് കണ്ണൂരിലേക്ക് പോവുകയാണ്. കണ്ണൂരിൽ നിന്ന് 2 മണ്ഡലങ്ങൾ ഇന്ന് എടുക്കുന്നുണ്ട്. ആദ്യത്തെ മണ്ഡലം അഴീക്കോട്. അഴീക്കോട് നമുക്കറിയാം അതിശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ്. കഴിഞ്ഞ തവണ KV സുമേഷ് KM ഷാജിയിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള മണ്ഡലമാണ്. ഇത്തവണ കരീം ചേലേരിയെ ഇറക്കി UDF അത് തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്നു. KK വിനോദ് കുമാറാണ് അവിടെ NDAയുടെ സ്ഥാനാർത്ഥി. നമുക്ക് എന്താണ് അഴീക്കോടിന്റെ മത്സര ചിത്രം എന്നൊന്ന് പരിശോധിക്കാം. CK വിജയനുണ്ട്. CK, ഉറപ്പായിട്ടും നിലനിർത്തുമെന്ന് LDF കരുതിയിരുന്ന മണ്ഡലമാണ്.
അഴീക്കോട്. അതിന് കാരണം കെ വി സുമേഷ് അങ്ങേയറ്റം ജനകീയനായ MLA ആണ്. മണ്ഡലത്തിൽ അത്ര വലിയ പോപ്പുലാരിറ്റി ഉണ്ട്. പക്ഷേ അഴീക്കോടിന്റെ ഒരു രാഷ്ട്രീയ ചിത്രം അത് UDF കൂടി പ്രതീക്ഷ നൽകുന്നതാണ്. KM ഷാജി 2 തവണ ജയിച്ച മണ്ഡലമാണ്. കരീം ചേലേരി വന്നതോടുകൂടി മത്സരം വളരെ ടൈറ്റ് ആയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അഴീക്കോടിന്റെ ഗ്രൗണ്ട് പരിശോധിക്കുമ്പോൾ ആരാണ് ഒരു പൊട്ടിക്ക് മുന്നിലെന്ന് പറയാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ? ഒരിക്കലും ഈ ഘട്ടത്തിൽ നമുക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി വിജയിക്കും എന്ന് പറയാൻ കഴിയില്ല. കാരണം ഏതർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാലും അങ്ങേയറ്റത്തെ ബലാബലം മത്സരം നടക്കുന്ന ഒരു മണ്ഡലം. അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യക്തിപ്രഭാവം നോക്കിയാൽ കെ വി സുമേഷ് ഒരുപക്ഷെ നമ്മുടെ ഈ മൊത്തം കേരളത്തിലെ സ്ഥാനാർത്ഥികളിൽ ഏറ്റവും അടുത്ത് നമുക്ക് പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളിൽ ഒന്നാണ്, മികച്ച സ്ഥാനാർത്ഥികളിൽ ഒന്നാണ്. അത്ര തന്നെ ക്വാളിറ്റികളെല്ലാം തന്നെ കരീം ചേലേരിക്കുമുണ്ട്. അതുകൊണ്ട് വ്യക്തിപ്രഭാവം നോക്കിയാലും മണ്ഡലത്തിൻ്റെ സ്വഭാവം നോക്കിയാലും അവർ നടത്തിയ പ്രവർത്തനം നോക്കിയാലും രാഷ്ട്രീയ പാരമ്പര്യം നോക്കിയാലും മണ്ഡലത്തിൻ്റെ വോട്ടിൻ്റെ കണക്കുകൾ നോക്കിയാലും എല്ലാം തന്നെ തുല്യ ബലാബലം ഉള്ള ഒരു പ്രവചനം അസാധ്യമായ ഒരു മണ്ഡലം എന്ന് പറയാം. കഴിഞ്ഞ തവണ സുമേഷ് 6141 വോട്ടുകൾക്കാണ് വിജയിക്കുന്നത്. അന്ന് KM ഷാജിക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ നിലനിൽക്കുന്ന സമയം അഴീക്കോട് ഹയർ സെക്കൻഡറി സ്കൂളിന് 25 ലക്ഷം രൂപ കോഴ വാങ്ങി എന്ന് പറഞ്ഞ ആരോപണം നിലനിന്നിരുന്നു. അതിൽ വിജിലൻസ് കേസ്, അറസ്റ്റ്, അതോടൊപ്പം തന്നെ അവിടെ നിന്നും വീട്ടിൽ നിന്നും വർഗീയ ചുവയുള്ള ലഘുലേഖകൾ പിടിച്ചു എന്ന പ്രശ്നം, കോൺഗ്രസും ലീഗും തമ്മിലുണ്ടായിരുന്ന പ്രശ്നം, യൂത്ത് ലീഗിൻ്റെ അകത്ത് ഒരു വിഭാഗം തെറ്റി ഷാജിക്കെതിരെ നിന്ന സമയം, SDPIയുടെ വോട്ടുകൾ ഷാജിക്കെതിരെ തിരിഞ്ഞ സമയം, ഇങ്ങനെ ഒട്ടേറെ പ്രതിസന്ധികൾ അല്ലെങ്കിൽ ഒട്ടേറെ നെഗറ്റിവിറ്റി ഉണ്ടായിരുന്ന ഒരു സമയത്താണ് ഷാജി അവിടെ തോൽക്കുന്നത്. ഇന്ന് ആ പ്രശ്നങ്ങൾ ഈ മണ്ഡലത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇല്ല എന്ന് പറയേണ്ടി വരും. കോൺഗ്രസും ലീഗും തമ്മിൽ പ്രശ്നമില്ല, ലീഗിൻ്റെ അകത്ത് പ്രശ്നങ്ങളില്ല, മറ്റ് സംഘടനാ തലത്തിൽ നോക്കുകയാൽ ഒരു പ്രശ്നവുമില്ല. ഇനി സുമേഷിൻ്റെ ഭാഗത്ത് നിന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയൻ്റെ സർക്കാർ ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ച അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ മണ്ഡലങ്ങളിൽ ഒന്നാണ് അഴീക്കോട് മണ്ഡലം. പ്രത്യേകിച്ച് അഴീക്കോട് തുറമുഖം പോലുള്ള സംഭവങ്ങൾ അത്രമാത്രം വികസനത്തിന് വേണ്ടി ഒരുപാട് കരുതൽ പണങ്ങൾ ശേഖരിച്ചത്, ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള റിംഗ് റോഡ് പദ്ധതികൾ, അത്തരം നോക്കിക്കഴിഞ്ഞാൽ വികസനത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അവിടെ പറയാനുണ്ട്. അതുകൊണ്ട് വികസനം പറഞ്ഞാണ് വോട്ട് ചോദിക്കുന്നതെങ്കിൽ, വികസനം വോട്ടാവുന്നുവെങ്കിൽ ഒരുപക്ഷെ അവിടെ കെ വി സുമേഷിന് വലിയ മുൻഗണന കിട്ടും, അല്ലെങ്കിൽ മേൽക്കൈ കിട്ടും. എന്നാൽ അതൊരു പാർട്ടി വിരുദ്ധ അല്ലെങ്കിൽ CPM വിരുദ്ധ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നാണെങ്കിൽ അത് തികച്ചും അബ്ദുൽ കരീം ചേലേരിക്ക് അനുകൂലമായി നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് ഏതൊക്കെ മേഖലകളിൽ പരിശോധിച്ചാലും ഏതൊക്കെ ആംഗിളുകളിൽ പരിശോധിച്ചാലും ഈ ബലാബലം നിൽക്കുന്ന ഒരു മണ്ഡലം എന്ന് തന്നെ അഴീക്കോടിന് പറയേണ്ടി വരും. മറ്റെല്ലാറ്റിനും പുറമെ അഴീക്കോട് യഥാർത്ഥത്തിൽ കണ്ണൂർ ജില്ലയിലെ അങ്ങേയറ്റത്തെ പൊളിറ്റിക്കൽ മണ്ഡലം എന്ന് തന്നെ പറയാൻ വേണ്ടി നേരത്തെ പറ്റും. കാരണം MVR ആയാലും EP ജയരാജനായാലും പ്രകാശൻ മാസ്റ്റർ ആയാലും അങ്ങനെ ഒട്ടേറെ ആൾക്കാർ, KM ഷാജി ആയാലും ഇവരൊക്കെ മത്സരിച്ച് അവരുടെ സാന്നിധ്യം ഉറപ്പുവരുത്തിയതാണ് ഈ മണ്ഡലത്തെ രാഷ്ട്രീയമായി ഉഴുതുമറിച്ച് വേരോട്ടമുണ്ടാക്കിയ മണ്ഡലം കൂടിയാണ് അഴീക്കോട്. തീർച്ചയായിട്ടും. അപ്പോൾ അഴീക്കോട്ടിനെ സംബന്ധിച്ചൊരു പ്രവചനം അസാധ്യമാണ്. 2 കൂട്ടർക്കും പ്രതീക്ഷിക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട് എന്ന് CK വിജയൻ റിപ്പോർട്ട് ചെയ്യുന്നു. അഴീക്കോടിന്റെ മണ്ണ് അങ്ങനെയാണ് എന്ന് മാത്രമല്ല, വളരെ ചെറിയ വോട്ടുകൾക്ക് മാത്രമാണ് അഴീക്കോട് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും വിധി എഴുതിയിട്ടുള്ളത്. ഒരു തെരഞ്ഞെടുപ്പ് കേസ്, 2016 തെരഞ്ഞെടുപ്പ് കേസ് KM ഷാജിയുടെ നിയമസഭാ അംഗത്വം തന്നെ അയോഗ്യമാക്കുകയും ചെയ്തു. അങ്ങനെ അങ്ങേയറ്റം പൊളിറ്റിക്കലായ, അതേസമയം പ്രവചിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള മണ്ഡലമാണ് അഴീക്കോട്. ഇത്തവണ അപ്രതീക്ഷിതമായി കടുത്ത മത്സര പട്ടികയിലേക്ക് വന്ന മറ്റൊരു മണ്ഡലം കണ്ണൂർ ജില്ലയിലുണ്ട്. അത് സണ്ണി ജോസഫും KK ശൈലജയും കൊമ്പ് കോർക്കുന്ന പേരാവൂരാണ്. 2011 മുതൽ UDFന്റെ സിറ്റിംഗ് സീറ്റായ പേരാവൂരിൽ ഈ തവണ അത്ഭുതം നടക്കുമോ? പൈലി വാത്യാട്ടാണ് നമുക്ക് ആദ്യം സ്ഥാനാർത്ഥികൾ നിരക്കുന്നത് കാണാം. അതിനുശേഷം CK വിജയൻ ആര് പേരാവൂരിൽ ഇപ്പോൾ മുന്നിൽ എന്ന് വിശദീകരിക്കും. ഈ 3 സ്ഥാനാർത്ഥികൾ സണ്ണി ജോസഫ്, KK ശൈലജ, പൈലി വാത്യാട്ട്, ഈ 3 സ്ഥാനാർത്ഥികളാണ് പേരാവൂരിൽ മത്സരിക്കുന്നത്. KK ശൈലജയും സണ്ണി ജോസഫും നേർക്കുനേർ ഏറ്റുമുട്ടുന്നു എന്നുള്ളതാണ് പേരാവൂരിന്റെ ഏറ്റവും വലിയ സവിശേഷത. CK വിജയൻ തുടരുന്നു. CK, 2 കൂട്ടരും KK ശൈലജയും സണ്ണി ജോസഫും 2 തവണ പരസ്പരം ഏറ്റുമുട്ടിയിട്ടുണ്ട്. 2 പേരും ഓരോ തവണ ജയിച്ചിട്ടുമുണ്ട്. പക്ഷേ അപ്പോഴത്തെ ഒരു പ്രൊഫൈലല്ല 2 പേർക്കും ഇപ്പോൾ. KK ശൈലജ കേരളത്തിന് വളരെ ജനകീയായ ആരോഗ്യമന്ത്രിയായി, എന്തിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ബസ് ഉണ്ടാക്കിയിട്ടുള്ള, ആ നിലയ്ക്കുള്ള വർത്തമാനം ഉണ്ടാക്കിയിട്ടുള്ള നേതാവായി മാറി. കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ശൈലജ എന്ന നിലയിൽ ചർച്ചകൾ വന്നു. KPCC പ്രസിഡന്റായി ഉയർന്നു സണ്ണി ജോസഫ്. 2 പേരുടെയും പ്രൊഫൈല് വലിയ തോതിൽ മാറി. അവർ 2 പേരും ഏറ്റുമുട്ടുകയാണ്. പേരാവൂർ നമുക്കറിയാം ഒരു സ്ലൈറ്റ് UDF ക്യാരക്ടറുള്ള മണ്ഡലമാണ്. മണ്ഡല പുനർനിർണയത്തിന് ശേഷം ഇതുവരെ UDF ആ മണ്ഡലം തോറ്റിട്ടില്ല. പക്ഷേ ഏറ്റവും ഒടുവിൽ ജയിക്കുമ്പോഴും 3000 ചില്ലറ വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ സണ്ണി വക്കീലിന് ഉണ്ടായിരുന്നുള്ളൂ. താനും പല അർത്ഥത്തിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം പേരാവൂരിലുണ്ട്. ആത്മവിശ്വാസത്തോടെ ഞങ്ങളാണ് മുന്നിൽ എന്ന് പറയാൻ പേരാവൂരിൽ ഇപ്പോൾ ആർക്ക് കഴിയുന്നു?
എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും വലിയ മത്സരം നടക്കുന്നു എങ്കിൽ കൂടിയും പേരാവൂരിൽ UDFന് ഒരു എഡ്ജ് ഉണ്ട്, അല്ലെങ്കിൽ മുൻതൂക്കമുണ്ട് എന്നാണ് ഈ ദിവസങ്ങളിലെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളും മറ്റും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. അതിശക്തമായ മത്സരം അവിടെയുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളാണ് അവിടെ മത്സരിക്കുന്നത്. പക്ഷേ അവിടെ ഒട്ടേറെ ഇന്ന് കേരളത്തിലെ ഒരു മണ്ഡലത്തിലും ഇല്ലാത്ത അത്രയും വലിയ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു മണ്ഡലമാണ് ഈ പേരാവൂർ മണ്ഡലം. മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്, അല്ലെങ്കിൽ വന്യമൃഗങ്ങളും മനുഷ്യരും തമ്മിൽ നിരന്തരം ഏറ്റുമുട്ടേണ്ടി വരികയും 10 കൊല്ലത്തിനിടയിൽ 15 പേർ മരിക്കുകയും അതിൽ കൂടുതൽ പേർക്ക് മറ്റ് അപകടങ്ങൾ സംഭവിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും കൃഷി നശിക്കപ്പെടുകയും എല്ലാം ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിൽ പരിഗണന അർഹിക്കുന്ന മണ്ഡലമാണ് പേരാവൂർ. ആ മണ്ഡലത്തിൽ ആ മണ്ഡലത്തിലെ ജനങ്ങളെ, കർഷകരെ, ആൾക്കാരെ, ആദിവാസികളെ, അത്തരത്തിലുള്ള പാവങ്ങളെ ആര് സംരക്ഷിക്കും എന്ന ചോദ്യം കൂടി ഉയരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നേരത്തെ മണ്ഡലത്തിന് മറ്റ് വോട്ട് രീതികളും മറ്റെല്ലാം തന്നെ പരിശോധിച്ച് കഴിഞ്ഞാലും നമുക്ക് UDFന് അനുകൂലമായ ഒരു മണ്ഡലമാണ് എന്ന് പറയാൻ വേണ്ടി കഴിയും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ തരംഗം അടിച്ചു വീശിയിട്ടും പിടിച്ചു നിന്ന ഒരു മണ്ഡലം എന്ന പ്രത്യേകതയും ഉണ്ട്. മാത്രമല്ല, നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എന്ന് പറയുന്ന ആൾ സാധാരണ രീതിയിൽ മത്സരിക്കുന്ന ഒരു വ്യക്തി എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം ഇപ്പോൾ KPCCയുടെ പ്രസിഡന്റാണ്. പ്രത്യേകിച്ച് ഈ ക്രിസ്ത്യൻ മൈനോറിറ്റി ഉൾപ്പെടെയുള്ള സഭാ നേതൃത്വവുമായി അങ്ങേറ്റത്തെ ബന്ധമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അത്തരം കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം തന്നെ വോട്ട് അദ്ദേഹത്തിന് കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ KK ശൈലജ ടീച്ചർ അത്ര തന്നെ വ്യക്തിപരമായി നോക്കിക്കഴിഞ്ഞാൽ അത്ര തന്നെ ഗ്ലാമറും അതോടൊപ്പം തന്നെ രാഷ്ട്രീയപരമായ പാരമ്പര്യവും പരിചയവും പോപ്പുലാരിറ്റിയും എല്ലാം തന്നെ ഉള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. പക്ഷേ ആ മണ്ഡലത്തിൻ്റെ ഒരു വോട്ട് കണക്കുകൾ നോക്കുമ്പോൾ ടീച്ചർക്ക് അങ്ങനെ ആശ്വാസകരമായ ഒരു അവസ്ഥയല്ല ഉള്ളത് എന്നാണ് തോന്നുന്നത്. പക്ഷേ അതിശക്തമായ മത്സരം നടക്കുന്നു, ഗംഭീരമായ പ്രചരണം നടക്കുന്നു. ഒരുപക്ഷെ ആ മണ്ഡലം പിടിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് KK ശൈലജ മട്ടന്നൂരിൽ നിന്ന് മാറി പേരാവൂരിലേക്ക് വരുന്നത്. അങ്ങനെ കാടിളക്കി നടത്തിയ പ്രചരണത്തിൻ്റെ ഏറ്റവും പരിസമാപ്തിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇരു മുന്നണികൾക്കും നല്ല രീതിയിലുള്ള പ്രതീക്ഷയുള്ള മണ്ഡലമാണ് ഇപ്പോഴും ഈ പേരാവൂർ മണ്ഡലം. യെസ്, ഇഞ്ചോടിഞ്ച് പോരാട്ടം, ശ്വാസം അടക്കി പിടിച്ചുള്ള പോരാട്ടം. അഴീക്കോടും പേരാവൂരും കണ്ണൂരിലെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള രാഷ്ട്രീയ മത്സരത്തിന് വേദിയാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.